ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പം? ഹലോ. ശരി ശരി. അപ്പോൾ നമുക്ക് ഈ പഠിക്കുന്ന മോഡ്യൂളിൽ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൺജഷനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ കൺജഷനെ അവോയ്ഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ കൺജഷൻ ഉണ്ടാവാതിരിക്കാൻ നോക്കുക എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് കൺജഷൻ എന്നറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് കൺജഷൻ, എന്താണ് ഡേറ്റ ട്രാഫിക്, എന്താണ് ഡേറ്റ, നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ ഇതിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഡേറ്റ ട്രാവൽ ചെയ്യുന്നതിന് നമ്മൾ ഡേറ്റ ട്രാഫിക് എന്നൊക്കെ വിളിക്കും. അപ്പോൾ അതെന്താണെന്ന് കറക്റ്റ് അറിയണം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസിനെ എല്ലാം കൂടെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ട്രാഫിക് ഡിസ്ക്രിപ്റ്റർ എന്നാണ്. അതായത് നമുക്ക് നമ്മുടെ ഡേറ്റ നെറ്റ്വർക്കിലൂടെ ട്രാവൽ ചെയ്യുന്ന ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. അപ്പോൾ ടേംസിനെ നമ്മൾ വിളിക്കുന്നത് ട്രാഫിക് ഡിസ്ക്രിപ്റ്റേഴ്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഡേറ്റ, ഈ പറഞ്ഞ ട്രാഫിക് ഡിസ്ക്രിപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ട് പല ഒന്നും രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഒരു ട്രാഫിക് നമ്മുടെ ഇതറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രാം നോക്കുക. ഇതിൻ്റെ എക്സ് ആക്സിസിൽ നമ്മൾ നമ്പർ ഓഫ് സെക്കൻഡ്സും വൈ ആക്സിസിൽ ഡേറ്റ റേറ്റും അല്ലെങ്കിൽ ടൈം, ഇൻ സെക്കൻഡ്സ് ഉദ്ദേശിച്ച് ടൈമാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിൽ ഡേറ്റ റേറ്റും. ഡേറ്റ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കണ്ടെന്ന് മനസ്സിലാക്കണം, അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്തുമാത്രം ഡേറ്റ ആ നെറ്റ്വർക്ക് കൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫ് മീൻ ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്രമാത്രം ഡേറ്റ, നമ്പർ ഓഫ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡേറ്റ റേറ്റ് എത്രയാണ് എന്നാണ് ഇത് മെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കേണ്ടത് നമുക്ക് 2-3 മെയിൻ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്ന് നമുക്ക് ആവറേജ് ഡേറ്റ റേറ്റ്, പീക്ക് ഡേറ്റ റേറ്റ്, മാക്സിമം ബസ് സൈസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് എന്താണ് ആവറേജ് ഡേറ്റ റേറ്റ്? ഇപ്പോൾ ഈ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഗ്രാഫ് എന്താ മേലോട്ട് പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഒരു എന്താ യൂണിഫോമിറ്റി ഉള്ള ഒരു ഗ്രാഫ് അല്ല ഇത്. അതായത് പല ടൈമിലും പല എമൗണ്ട് ഓഫ് ഡേറ്റയാണ് എന്തെന്ന് നമ്മുടെ നെറ്റ്വർക്ക് കൂടെ പോകുന്നത്. അപ്പം ഈ ഡേറ്റയുടെ റേറ്റ് കോൺസ്റ്റൻ്റ് അല്ല, ഇതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ആവറേജ് വാല്യൂ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പർട്ടിക്കുലർ ടൈം വരെ ഉണ്ടായിരുന്ന ഡേറ്റ റേറ്റുകളുടെ ഒരു ആവറേജ് വാല്യൂ എടുത്താൽ ഇപ്പോൾ ആ ഒരു ഈ ഒരു താഴത്തെ ഒരു ഡോട്ടഡ് ലൈൻ ആവറേജ് ഡേറ്റ റേറ്റ്, അപ്പോൾ ആ ലൈനിലായിരിക്കും നിൽക്കുക, അതായിരിക്കും അതിൻ്റെ റേഞ്ച്. അപ്പോൾ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഡേറ്റ റേറ്റുകളുടെ പല വേരിയബിൾ ആയിരുന്നു ഡേറ്റ റേറ്റ്. ആ ഡേറ്റ റേറ്റുകളുടെ ഒരു ആവറേജ് വാല്യൂ എടുത്താൽ നമുക്ക് എന്ത് കിട്ടുമോ അതിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? ആവറേജ് ഡേറ്റ റേറ്റ് എന്ന് വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതൊക്കെ ആവറേജ് ഡേറ്റ റേറ്റ്. അതുകൂടാതെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ടൈം വരെ ഉണ്ടായിരുന്ന ഏറ്റവും കൂടിയ ഡേറ്റ റേറ്റ് വാല്യൂ എത്രയായിരുന്നു, ഏറ്റവും കൂടുതൽ ഡേറ്റ എത്രയായിരുന്നു പോയത്, മാക്സിമം ഡേറ്റ റേറ്റ്, അത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ ഗ്രാഫിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ ഏതായിരുന്നു, ആ പോർഷനാണ് ഏത് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീക്ക് ഡേറ്റ റേറ്റ്. അപ്പോൾ ആവറേജ് ഡേറ്റ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ഡേറ്റ റേറ്റുകളുടെ ആവറേജ് വാല്യൂ. അതിന് കൂടാതെ ഇതുവരെ നമുക്കുണ്ടായിരുന്ന ഏറ്റവും വന്ന മാക്സിമം ഡേറ്റ റേറ്റ് എത്രയാണോ അതിനെ അത് നമ്മുടെ ഗ്രാഫിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ ആയിരിക്കും. അതിന് നമ്മൾ എന്ത് പേര് വിളിക്കും? പീക്ക് ഡേറ്റ റേറ്റ് എന്ന് വിളിക്കും. ആവറേജ് ഡേറ്റ റേറ്റ് ആയി, പീക്ക് ഡേറ്റ റേറ്റ് ആയി. ഇനി എന്തുവാണ് നമുക്കറിയേണ്ടത്? മാക്സിമം ബസ് സൈസ്. ബസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സംഭവങ്ങൾക്കാണ് നമ്മൾ ബസ്റ്റ് എന്ന് വിളിക്കുന്നത്, ഒരുമിച്ച് എന്നുള്ളതാണ് ബസ്റ്റിൻ്റെ മീനിങ്. അപ്പോൾ ഇത് മാക്സിമം ബസ് സൈസ് എന്ന് പറഞ്ഞാൽ പീക്ക് ഡേറ്റ റേറ്റിൽ അടുപ്പിച്ച് എത്രമാത്രം സമയത്തേക്ക് ഡേറ്റ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പീക്ക് ഡേറ്റ റേറ്റിൽ മാക്സിമം ഡേറ്റ റേറ്റിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എത്ര സമയത്തേക്ക് മാക്സിമം ഈ ഡേറ്റ റേറ്റ് പോകുന്നുണ്ട്, അതാണ് നമ്മുടെ മാക്സിമം ബസ് സൈസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് പോർഷൻ കണ്ടാൽ നമുക്ക് പീക്ക് ഡേറ്റ റേറ്റ് മനസ്സിലാവും. ആ പീക്ക് ഡേറ്റ റേറ്റിൽ അല്ലെങ്കിൽ അതിനോടടുത്ത് എത്രമാത്രം സമയത്തേക്ക് നമുക്ക് ഒരു ഡേറ്റ പോകുന്നുണ്ട്, ആ അത്രയും സമയത്തേക്ക് നമുക്ക് ഈ ഹൈ റേറ്റിലാണ് പോകുന്നത്. അതിന് വിളിക്കുന്ന പേരാണ് മാക്സിമം ബസ്റ്റ് സൈസ്. മനസ്സിലായോ? ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഈ നമ്മൾ ഈ ഡിസ്ക്രിപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ടേമുകളൊക്കെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഡേറ്റയെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അതായത് ഇപ്പം നിങ്ങൾക്ക് ആവറേജ് ഡേറ്റ റേറ്റ്, അതായത് നമുക്കിപ്പം ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ റേറ്റ് ഇത്രയാണെങ്കിൽ അതിൽ കൂടെ പോകുന്ന ഡേറ്റയുടെ ആവറേജ് ഡേറ്റ റേറ്റ് എന്ത് വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ആവറേജ് ഡേറ്റ റേറ്റ് വരുന്ന രീതിയിൽ മാത്രമേ ട്രാഫിക്കിനെ ആ നെറ്റ്വർക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അലോ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം, ഫോർ എക്സാമ്പിൾ 2 Mbps അല്ലെങ്കിൽ 3 Mbps ആണ് ഒരു നെറ്റ്വർക്ക് കണക്ഷന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ട്രാഫിക്കിൽ മാക്സിമം പീക്ക് ഡേറ്റ റേറ്റ് എത്ര വരാൻ പാടുള്ളൂ? ഈ 1 Mbps അല്ലെങ്കിൽ 2 Mbps വരാനേ പാടുള്ളൂ. അതിൽ മേളിലുള്ള പീക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ആ
അവിടെ കൺജഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഡിസ്കാർഡായി പോകും, അല്ലെങ്കിൽ എറർ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അത് ഈ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നത്, ഈ ആവറേജ് ഡേറ്റ റേറ്റ്, പീക്ക് ഡേറ്റ റേറ്റ് എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ആവശ്യം വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വേറൊരു ടേം കൂടെ നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്, ബാൻഡ് വിഡ്ത്ത്. അത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ സെപ്പറേറ്റ് ആയിട്ട് പറയാൻ. എന്താണ് ബാൻഡ് വിഡ്ത്ത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിനകത്ത് ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന സ്പേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു രീതിയിൽ പറയാം. അതാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ബാൻഡ് വിഡ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു സാധനത്തിന് പർട്ടിക്കുലർലി നമുക്ക് വേണ്ട ആണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ത് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ പഠിച്ച ആവറേജ് ഡേറ്റ റേറ്റിൻ്റെയും പീക്ക് ഡേറ്റ റേറ്റിൻ്റെയും മാക്സിമം ബസ് സൈസിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു നെറ്റ്വർക്കിന് എന്തുമാത്രം ബാൻഡ് വിഡ്ത്ത് വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നല്ല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല വീഡിയോ സ്ട്രീമിങ്ങോ ഓഡിയോ സ്ട്രീമിങ്ങോ ഒക്കെ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണെങ്കിൽ ആ കറസ്പോണ്ടിങ് പർപ്പസിന് ആവശ്യമായിട്ടുള്ള ആവറേജ് ഡേറ്റ റേറ്റ് കൂടുതലായിരിക്കും, പീക്ക് ഡേറ്റ റേറ്റ് കൂടുതലായിരിക്കും, മാക്സിമം ബസ് സൈസ് ഒരു പർട്ടിക്കുലർ വാല്യൂ കാണും. അതനുസരിച്ച് വേണം ആ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കാൻ, മാക്സിമം നമുക്ക് ആവശ്യമുള്ള ബാൻഡ് വിഡ്ത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ. ആ യൂസ് ചെയ്യുന്ന ബാൻഡ് വിഡ്ത്ത് തന്നെ വേണമെന്നില്ല ഒരു മെയിൽ അയക്കാനോ അല്ലെങ്കിൽ വേറൊന്നിനോ. അപ്പോൾ ആ ആപ്ലിക്കേഷന് ആവശ്യമായിട്ടുള്ള ആവറേജ് ഡേറ്റ റേറ്റോ പീക്ക് ഡേറ്റ റേറ്റോ ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ആപ്ലിക്കേഷനും ഓരോ സ്ഥലത്തും നമുക്ക് ആവശ്യമായുള്ള എഫക്റ്റീവായിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ അത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തായിരിക്കും. ഈ ആവറേജ് ഡേറ്റ റേറ്റ്, പീക്ക് ഡേറ്റ റേറ്റ്, അതുപോലെ തന്നെ മാക്സിമം ബസ് സൈസ്, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വാല്യൂ ബാൻഡ് വിഡ്ത്തിൻ്റെ വാല്യൂവിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് 3 രീതിയിലുള്ള ട്രാഫിക് പ്രൊഫൈൽസ് ഉണ്ട്. നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കാൻ നേരത്തെ ശ്രമിച്ചത്. ഒന്ന് ട്രാഫിക് ഡിസ്ക്രിപ്റ്റർ, അതാണ് ഈ പറഞ്ഞ ടേമുകൾ. അതുപോലെ തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ്, മെയിൻലി 3 ടൈപ്പ് ഓഫ് ട്രാഫിക് പ്രൊഫൈൽസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ 3 ടൈപ്പ് ഓഫ് ട്രാഫിക് പ്രൊഫൈൽസ് ആണ് ഇതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ്. രണ്ടാമത് വേരിയബിൾ ബിറ്റ് റേറ്റ്. മൂന്നാമത് ബസ്റ്റി. ഇങ്ങനെ 3 ടൈപ്പായിട്ടുള്ള ട്രാഫിക് പ്രൊഫൈൽസ് നമുക്കുള്ളത്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഗ്രാഫ് നേരത്തെ പഠിച്ച സെയിം തന്നെയാണ്. എക്സ് ആക്സിസിൽ നമുക്ക് ടൈം, വൈ ആക്സിസ് ഡേറ്റ റേറ്റ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ് കാണുമ്പോൾ എന്താ മനസ്സിലാക്കാം, പേര് പോലെ തന്നെയാണ്. ഡേറ്റ റേറ്റ് അല്ലെങ്കിൽ ഡേറ്റയുടെ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഫുൾ ടൈം കോൺസ്റ്റൻ്റാണ്. ഫുൾ ടൈം ആ വാല്യൂ എന്താണ്, ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ, ആ സാധനം ഒറ്റ ഫുൾ ടൈം എന്താണ്, കോൺസ്റ്റൻ്റാണ്. ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൻ്റെ ആവറേജ് ഡേറ്റ റേറ്റും പീക്ക് ഡേറ്റ റേറ്റും സെയിം ആയിരിക്കും. ശരിയാണോ? കാരണം ഇത് ഒറ്റ ലൈനാണ്, ഇതിനകത്ത് ഇനി കൂടാനോ കുറയാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആവറേജ് ഡേറ്റ റേറ്റും പീക്ക് ഡേറ്റ റേറ്റിൻ്റെ വാല്യൂ എന്തുമായിരിക്കും, സെയിം ആയിരിക്കും. അതുപോലെ തന്നെ പീക്ക് ഡേറ്റ റേറ്റും ആവറേജ് ഡേറ്റ റേറ്റും സെയിം ആയ സ്ഥിതിക്ക് ഇവിടെ നമുക്ക് എന്തില്ല, ഒരു ബേസ്റ്റ് ഇല്ല. ഉണ്ടോ? ബെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ബസ് സൈസ് എന്നൊരു സംഭവമില്ല. അത് ഫുള്ള് ഒറ്റ ഒരു റേറ്റിലായി ഫുൾ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാക്സിമം ബസ് സൈസ് എന്നൊരു ഓപ്ഷൻ ഇല്ല. പീക്ക് ഡേറ്റ റേറ്റും ആവറേജ് ഡേറ്റ റേറ്റും എന്തുമാണ്, സെയിമുമാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ് ആയിട്ടുള്ള ട്രാഫിക്കാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഈ ഒരു റേറ്റിൽ മാത്രമേ ഡേറ്റ വരൂ, ഈ പർട്ടിക്കുലർ റേറ്റിൽ മാത്രമേ ഡേറ്റ വരൂ നമുക്ക് ഓൾറെഡി അറിയാമെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പീക്കുകളൊന്നും വരത്തില്ല, അൺവാണ്ടഡ് ആയിട്ടുള്ള ബസ്റ്റുകളൊന്നും വരത്തില്ല, നമുക്ക് ഡേറ്റ റേറ്റ് കുറയത്തില്ല, കൂടത്തില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എത്രമാത്രം ബാൻഡ് വിഡ്ത്ത് ഈ ഒരു സാധനത്തിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. അതേസമയം രണ്ടാമത് നോക്കിയേ, വേരിയബിൾ ബിറ്റ് റേറ്റ്. അത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ അതിൻ്റെ എനിക്ക് ഗ്രാഫ് നോക്കിയേ, ചുമ്മാ വേരിയബിളാണ്, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബിറ്റ് റേറ്റ് അല്ല. ഇതിങ്ങനെ ഡേറ്റ റേറ്റ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് വരുന്നത്, ആവറേജ് ഡേറ്റ റേറ്റും അതുപോലെ തന്നെ എന്താണ് പീക്ക് ഡേറ്റ റേറ്റും ഡിഫറൻ്റ് ആയിട്ട് വരുന്നതും. അതുപോലെ തന്നെ നമുക്കിവിടെ എന്തുകൂടെ എക്സ്ട്രാ വരും, നമ്മുടെ ബേസ്റ്റും വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെ, ഈ വേരിയബിൾ ആയതുകൊണ്ടാണ്, ഈ സാധനം എല്ലാം വേരിയബിൾ ആയതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ വേരിയബിൾ ആയിട്ടുള്ള ഡേറ്റ റേറ്റ് ആയിട്ടുള്ള ട്രാഫിക് പ്രൊഫൈലുള്ള സിസ്റ്റം ആണെങ്കിൽ അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര പാടായിരിക്കും വെൻ കമ്പയർഡ് ടു കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ്. കാരണം നമുക്ക് ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ അവിടെ എന്തായിരിക്കും വരുന്ന ബിറ്റ് റേറ്റ് എന്നോ അല്ലെങ്കിൽ എത്ര ആയിരിക്കും വരുന്ന റേറ്റ് എന്നോ അല്ലെങ്കിൽ അത് എത്ര നേരം നിലനിൽക്കുമെന്നോ മാക്സിമം ബസ് സൈസ് എത്ര ആയിരിക്കുമെന്നോ പീക്ക് എത്ര ആയിരിക്കുമെന്നോ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു പർട്ടിക്കുലർ ഏത് എഫക്റ്റീവായിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് ഈ സിസ്റ്റത്തിന് ഏത് വേണം എന്ന് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും അത് പ്രെഡിക്റ്റ് ചെയ്യാനും അത് വർക്ക് ചെയ്യിപ്പിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏതിൻ്റെ കേസിലാണ്, വേരിയബിൾ ബിറ്റ് റേറ്റിൻ്റെ കേസിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് നമ്മുടെ ബേസ്റ്റി. ബേസ്റ്റി എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ബേസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതായത് ഫുൾ ടൈം ഡേറ്റ പോകുന്നില്ല.
പോകുന്ന സമയത്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ അല്ലെങ്കിൽ അതിൻ്റെ പോകുന്ന സമയത്തുള്ള കുഞ്ഞു കുഞ്ഞു പോർഷൻസിൽ ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ അത് ഒരു സമയത്ത് ഒരു വലിയ ബസ്റ്റ്, പിന്നെ കുറേ നേരം ഒന്നും കാണണമെന്നില്ല, പിന്നെ ഒരു ചെറിയ ബസ്റ്റ്. അപ്പോൾ ഈ വരുന്നതാണ് ഉള്ളതിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഹാൻഡിൽ ചെയ്യാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബസ്റ്റുകൾ എപ്പോൾ വരുമെന്നോ, എത്ര ഹൈ ആയിട്ടുള്ള പീക്ക് ഡേറ്റ റേറ്റ് ആയിരിക്കുമെന്നോ, എത്ര നേരം നിലനിൽക്കുമെന്നോ, ഇതൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ആവറേജ് നോക്കുവാണെങ്കിൽ നടുക്കൊരു ലൈൻ കാണും. പക്ഷേ എങ്കിലും നമുക്ക് എപ്പോൾ ഒരു ബസ്റ്റ് വരുമെന്നോ, ആ ബസ്റ്റിൻ്റെ സൈസ് എത്ര ആയിരിക്കുമെന്നോ, അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ റേറ്റ് എത്ര ആയിരിക്കുമെന്നോ, അതിൻ്റെ മാക്സിമം സൈസ് എത്ര ആയിരിക്കുമെന്നോ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒട്ടും പറ്റത്തില്ല. ഈ വേരിയബിൾ ബിറ്റ് റേറ്റ് ആണെങ്കിൽ പിന്നെയും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഈ സാധനത്തിന് ഒരു കാരണവശാലും ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പം ഈ 3 പഠിച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാധനം, പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാധനം ബേസ്റ്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ടെക്നിക്സ് ഉണ്ട്. അത് നമ്മൾ ഇതിനെ ഈ കറസ്പോണ്ടിങ്ങുള്ള ബേസ്റ്റ് ആയിട്ടുള്ള സാധനത്തിനെ നമ്മൾ ഒന്നുകിൽ കോൺസ്റ്റന്റ് ബിറ്റ് റേറ്റോ അല്ലെങ്കിൽ വേരിയബിൾ ബിറ്റ് റേറ്റോ ആയിട്ട് ഷേപ്പ്, ഈ പറഞ്ഞേക്കുന്ന ബേസ്റ്റ് ആയിട്ടുള്ള ഷേപ്പിനെ റീഷേപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അതായത് ഇതിനെ ഈ ബേസ്റ്റ് മാറ്റിയിട്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ പഠിക്കും, പുറകെ പഠിക്കും. പറഞ്ഞോ. ആണോ, നോക്കട്ടെ ഒരു മിനിറ്റ്. എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല. ചെയ്തു. ഓക്കെ. അപ്പോൾ അതിന് നമുക്ക് ഈ ഷേപ്പിനെ, ബേസ്റ്റ് ആയിട്ടുള്ള ഷേപ്പിനെ നമുക്ക് മാറ്റി എന്താക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പല കോൺസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ടുള്ള ബിറ്റ് റേറ്റ് ആക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അതിന് നമ്മൾ റീഷേപ്പിംഗ് ടെക്നിക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ റീഷേപ്പിംഗ് ടെക്നിക്സ് ട്രാഫിക് ഷേപ്പിംഗ് എന്നാണ് പറയുന്നത്. ആ ട്രാഫിക് ഷേപ്പിംഗ് അല്ലെങ്കിൽ റീഷേപ്പിംഗ് ടെക്നിക്സ് നമ്മൾ പുറകെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് ഈ ബേസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് എന്താക്കാൻ പറ്റും, വേരിയബിൾ ആയിട്ടുള്ള ബിറ്റ് റേറ്റോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബിറ്റ് റേറ്റോ ആക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ട്രാഫിക് പ്രൊഫൈൽസ് ആണുള്ളത്: കോൺസ്റ്റന്റ് ബിറ്റ് റേറ്റ്, വേരിയബിൾ ബിറ്റ് റേറ്റ്, അതുപോലെ ബേസ്റ്റ്. ഏറ്റവും ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം കോൺസ്റ്റന്റ് ബിറ്റ് റേറ്റ്, ഏറ്റവും ബുദ്ധിമുട്ട് ബേസ്റ്റ്. വേരിയബിൾ ബിറ്റ് റേറ്റ് നല്ല പാടാണ് വെൻ കമ്പയർഡ് ടു കോൺസ്റ്റന്റ് ബിറ്റ് റേറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആസ് കോംപ്ലിക്കേറ്റഡ് ആസ് ബേസ്റ്റ്. അതൊരു വ്യത്യാസം. അപ്പോൾ ഇതാണ് 3 നമ്മുടെ ട്രാഫിക് പ്രൊഫൈൽസ് എന്ന് പറയുന്നത്. ശരി, ഇനി നമുക്ക് ഇത് ഓക്കെ, ഈ നമ്മൾ ട്രാഫിക് എന്തൊക്കെയാണ്, ഒരു ട്രാഫിക് നമ്മുടെ ഇതിനകത്ത് വരുന്ന ടേംസുകളെന്നും അതുപോലെ 3 ട്രാഫിക് പ്രൊഫൈൽസ് എന്നും നമ്മൾ പഠിച്ചു. ഇനി എന്താണ് കൺജഷൻ? ട്രാഫിക് എന്തോ നമുക്കറിയാം. ഇനി നമുക്കറിയേണ്ടത് എന്താണ് കൺജഷൻ എന്നുള്ള കാര്യമാണ്. എന്താണ് കൺജഷൻ? ബ്ലോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ കൺജഷൻ എന്ന് പറയുന്ന സാധനം. അതായത് ഒരു നെറ്റ്വർക്കിന് ആ നെറ്റ്വർക്കിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാട്ടിൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് കൂടുതൽ വന്നാൽ അവിടെ എന്ത് നടക്കും? കൺജഷൻ നടക്കും. ഒരു നെറ്റ്വർക്കിന് ആ നെറ്റ്വർക്കിന് നെറ്റ്വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്തുള്ള പാത്ത് ആവാം അല്ലെങ്കിൽ റൂട്ടർ ആവാം, എന്തോ കിട്ടുക ടോട്ടൽ നെറ്റ്വർക്ക് എന്നങ്ങ് പറയുന്നുള്ളൂ. ഒരു നെറ്റ്വർക്കിന് ആ നെറ്റ്വർക്കിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാട്ടിൽ കൂടുതൽ നമ്പർ ഓഫ് പാക്കറ്റ് ആ നെറ്റ്വർക്കിലേക്ക് വന്നാൽ അവിടെ എന്ത് സംഭവിക്കും? കൺജഷൻ ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ അവിടെ നമുക്ക് പ്രശ്നമാണ്. അങ്ങനെ കൺജഷൻ വന്നാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ആ കൺജഷൻ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? കാരണം ഈ കൺജഷനും നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കൺജഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് സർവീസ് എന്നാണ്. നമ്മൾ ഈ പഠിക്കുന്ന ടോപ്പിക്ക്, മോഡ്യൂളിൽ പഠിക്കുന്ന ടോപ്പിക്ക് ക്വാളിറ്റി ഓഫ് സർവീസ്. ഈ ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം പ്രോപ്പറായിട്ട് നമുക്കൊരു നെറ്റ്വർക്കിൽ കൂടെ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാം, അതായത് കറക്റ്റായിട്ടുള്ള സർവീസ്, ആ സർവീസ് എന്തുമാത്രം ക്വാളിറ്റി, എന്തുമാത്രം ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാം, അല്ലെങ്കിൽ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടേമാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റി ഓഫ് സർവീസ്. എത്രമാത്രം നല്ലതാണെന്നുള്ളതാണ്. കുറേ ടേംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കൺജഷൻ കൂടുതലാണെങ്കിൽ സർവീസിൻ്റെ ക്വാളിറ്റി കുറയും. കൺജഷൻ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്ക് കൂടുതലാണെങ്കിൽ അവിടെ ക്വാളിറ്റി ഓഫ് സർവീസ് കുറയും. ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ സ്പീഡ് ആയിരിക്കാം, ചിലപ്പോൾ റിലയബിലിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ഔട്ട്പുട്ട് ത്രോപുട്ട് ആയിരിക്കാം. ഇതൊക്കെ കൺജഷൻ കൂടിക്കഴിഞ്ഞാൽ കുറയും. മനസ്സിലാവുന്നുണ്ടോ? കൺജഷൻ ഇല്ലെങ്കിൽ എല്ലാം സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു വരാൻ കാരണം, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ക്വാളിറ്റി ഓഫ് സർവീസും ഇപ്പോൾ പഠിക്കുന്ന കൺജഷനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കൺജഷൻ നമ്മൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, കൺജഷനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് സർവീസ് ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവും. കൺജഷനെ നമ്മൾ മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് സർവീസ് കുറയും, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് സർവീസ് വേഴ്സ് ആവും. അപ്പോൾ കൺജഷനും ക്വാളിറ്റി ഓഫ് സർവീസും മ്യൂച്വലി റിലേറ്റഡ് ആണ്. ഒരെണ്ണത്തിനെ നമ്മൾ നന്നാക്കിയാൽ അടുത്ത ഓട്ടോമാറ്റിക്കലി നന്നായിക്കോളും. കൺജഷൻ നന്നാക്കിയാൽ കുറച്ച് കൺജഷൻ കൺട്രോൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്വാളിറ്റി ഓഫ് സർവീസ് ഇമ്പ്രൂവ് ആയിക്കോളും. അതാണ് അതിൻ്റെ കൺജഷൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെ ആ ഒരു കൺജഷൻ വരുന്നത്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലെ സാധനത്തിലോ കൺജഷൻ വരുന്നത്, ഏറ്റവും കൂടുതൽ കൺജഷൻ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് റൂട്ടറുകളാണ്. ഏറ്റവും കൂടുതൽ കൺജഷൻ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് റൂട്ടറുകളാണ്. കാരണം കൺജഷൻ ഉണ്ടാവാൻ ഏറ്റവും ചാൻസ് വെയിറ്റിംഗ് വരുമ്പോഴാണ്.
കഞ്ചഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവാൻ ഏറ്റവും ചാൻസ് വരുന്ന വെയിറ്റിംഗില്ല. നിങ്ങൾ നോക്കിയാൽ മതി, ഒരു 4 വരി പാത അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നമ്മുടെ ഇപ്പം ഒരു എക്സ്പ്രസ് വേ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഒരു ഫോർ വേ നമ്മുടെ പറഞ്ഞ ചേർത്തലയിൽ നിന്ന് ഇപ്പം പറയാം ആലുവയിൽ നിന്ന് ചേർത്തല വരെ പോകുന്ന 4 ലൈനാന്ന് വെച്ചോ. അപ്പോൾ അവിടെ നല്ല വീതിയുള്ള റോഡ്, എങ്ങും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും പോകാനുള്ള സ്ഥലമുണ്ട്, ട്രാഫിക് എല്ലാം സ്മൂത്തായിട്ട് പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരിക്കലും കഞ്ചഷൻ ഉണ്ടാവത്തില്ല. ഉണ്ടാവുമോ? നിങ്ങൾ ആ വഴി കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ളവർക്കറിയാം. അവിടെ കഞ്ചഷൻ ഉണ്ടാവുന്ന എവിടെയാണ്? ആ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ട്രാഫിക് സിഗ്നൽ വരുമ്പോൾ അവിടെ വെഹിക്കിൾസ് വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന സ്ഥലത്താണ് എന്തുണ്ടാവുന്നത്? കഞ്ചഷൻ ഉണ്ടാവുന്നത്. ശരിയാണോ? വണ്ടി പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഹൈവേ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കഞ്ചഷൻ ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും പോകാനുള്ള സ്ഥലമുണ്ട്, ആവശ്യമുള്ള സ്പീഡിൽ ആവശ്യമുള്ളവർക്ക് പോകാൻ പറ്റും. എവിടെയാണ് കഞ്ചഷൻ ഉണ്ടാവുന്നത്? എപ്പോഴെങ്കിലും ഈ വണ്ടികൾ നിർത്തേണ്ടി വരുമോ, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു ആണെങ്കിൽ ട്രാഫിക് സിഗ്നൽ വരുന്നിടത്തുമാണ് എന്ത് വരുന്നത്? കഞ്ചഷൻ. അതിലൊരു ആക്സിഡൻറ്റ് നടന്നു, ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു വണ്ടി പോകാൻ വേണ്ടിയിട്ട്, അവിടെയാണ് എന്ത് നടക്കുന്നത്? കഞ്ചഷൻ നടക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ നെറ്റ്വർക്കിങ്ങിൻ്റെ കേസിലും. എവിടെയാണ് കഞ്ചഷൻ ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയാണോ ഒരു വെയിറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നത് അവിടെ എന്തുണ്ടാവും? കഞ്ചഷൻ ഉണ്ടാവും. വെയിറ്റിംഗ് എവിടെ വരുന്നോ അവിടെ കഞ്ചഷൻ ഉണ്ടാവും. ആ വെയിറ്റിംഗ് ഏറ്റവും കൂടുതൽ വരുന്നത് റൂട്ടറുകളാണ്. റൂട്ടറുകളുടെ ഇൻ്റർഫേസുകളിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് വരുന്നത്. കാരണം നമുക്ക് റൂട്ടറുകളുടെ ഇൻപുട്ട് ഇൻ്റർഫേസിലും ഔട്ട്പുട്ട് ഇൻ്റർഫേസിലും നമുക്ക് എന്തുണ്ടാവും? ക്യൂ ഉണ്ടാവും. റൂട്ടറുകളുടെ ഇൻപുട്ട് ഇൻ്റർഫേസുകളിലും ഔട്ട്പുട്ട് ഇൻ്റർഫേസുകളിലും നമുക്ക് ക്യൂ ഉണ്ടാവും. ക്യൂ അല്ലെങ്കിൽ നമ്മളതിന് വേറെ പേര് പറയാറുണ്ട്, ബഫർ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡേറ്റയുടെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഇൻപുട്ടിലോ ഔട്ട്പുട്ടിലോ നമ്മൾ എന്ത് ചെയ്യും? ബഫറുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ബഫറിന് നമ്മൾ ബഫർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യൂ തന്നെ. അപ്പോൾ ഈ ബഫർ അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ഈ നമ്മൾ അയക്കുന്ന പാക്കറ്റുകളെ അല്ലെങ്കിൽ നെറ്റ്വർക്കിലുള്ള പാക്കറ്റുകളെ വെയിറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും. കാരണം ആ ക്യൂവിൽ വന്നാൽ ക്യൂവിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്നിട്ടല്ലേ ആ ഇൻപുട്ട് ഇപ്പോൾ ഇതൊരു ക്യൂ ആണെങ്കിൽ ആ ക്യൂവിൻ്റെ ഇവിടോട്ട് ഡേറ്റ വന്നാൽ ആ ക്യൂ പ്രോസസ്സ് ചെയ്ത് പോകുന്ന അനുസരിച്ച് എങ്ങോട്ട് വരത്തുള്ളൂ? ക്യൂവിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വെളിയെടുക്കുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ആ ഡിലേ കാരണം നമുക്ക് എന്തുണ്ടാവാം? കഞ്ചഷൻ ഉണ്ടാവും. അപ്പോൾ റൂട്ടറുകളുടെ ഇൻപുട്ടിലും എന്തുണ്ട്? ക്യൂ ഉണ്ട്, റൂട്ടറുകളുടെ ഔട്ട്പുട്ടിലും ക്യൂ ഉണ്ട്. അപ്പോൾ റൂട്ടറിൻ്റെ ഇൻപുട്ടിലും എന്ത് വരാൻ ചാൻസ് ഉണ്ട്? കഞ്ചഷൻ വരാൻ ചാൻസ് ഉണ്ട്. റൂട്ടറിൻ്റെ ഔട്ട്പുട്ടിലും കഞ്ചഷൻ വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ വെയിറ്റിംഗ് ഉള്ളിടത്തെല്ലാം എന്ത് വരും? നമുക്ക് യൂഷ്വലി ഒരു കഞ്ചഷൻ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് വരും. അപ്പോൾ വെയിറ്റിംഗ് ഒഴിവാക്കിയാൽ പറ്റും. പക്ഷെ നമുക്ക് ഈ പറയുന്ന ഈ ഇൻപുട്ട് ബഫർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ബഫർ നമ്മളെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. മനസ്സിലാകുന്നുണ്ടോ? അത് ചെയ്യാൻ പറ്റുന്ന കേസുമല്ല. അപ്പോൾ ഇങ്ങനെയാണ് യൂഷ്വലി കഞ്ചഷൻ ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു നെറ്റ്വർക്ക് ഒരു കഞ്ചഷൻ ഉണ്ടാവുന്നത് നമുക്കൊരു ഗ്രാഫിക്കലായിട്ട് നമ്മളൊന്ന് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസിനെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് ഒന്ന് മനസ്സിലാക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്, ഡിലേയുടെ കേസും അതുപോലെ ത്രോപുട്ടും. ഇപ്പോൾ നമ്മുടെ ഒരു ലോഡ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിൽ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനകത്ത് ലോഡ് കൂടുതൽ നമ്പർ ഓഫ് പാക്കറ്റ് കൂടുക. ഈ ലോഡ് കൂടുന്നതനുസരിച്ച് ഡിലേയുമായിട്ട് ലോഡ് കൂടുന്നതും ഡിലേയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ത്രോപുട്ടുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ത്രോപുട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിച്ചാണ് നിങ്ങൾ, അതുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ലോഡ് കൂടുന്നതനുസരിച്ച്. അപ്പോൾ ഈ ഗ്രാഫിനകത്ത് എക്സ് ആക്സിസ് നിങ്ങളുടെ ലോഡാണ്. അപ്പോൾ എക്സ് ആക്സിസ് മുമ്പോട്ട് പോകുന്നതോടും ലോഡ് കൂടിക്കൊണ്ടിരിക്കും. മേളിൽ ഡിലേ ആണ്, അത് മേളോട്ട് വൈ ആക്സിസ് മേളോട്ട് പോകുന്നിടത്തോളം ഡിലേ കൂടിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ നോക്കിയാൽ ഇപ്പം നിങ്ങൾ ആണെങ്കിൽ യെല്ലോ പോർഷനിൽ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ, അത് എൻഡ് ചെയ്യുന്നത് കപ്പാസിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഈ യെല്ലോ എൻഡ് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ പോയിൻ്റാണ് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റൂട്ടർ ആയാലും നെറ്റ്വർക്ക് ആയാലും അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. മനസ്സിലാകുന്നുണ്ടോ? അതാണ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോഡ് ഇവിടെയാണ്. ആ ലോഡെന്ന് പറയുന്ന സാധനം കുഴപ്പമില്ല, നമ്മുടെ കപ്പാസിറ്റിയെക്കാട്ടിൽ വളരെ കുറവാണ്. ആ സമയത്തൊന്നും നമുക്ക് എന്തില്ല, വലിയ ഡിലേ ഒന്നുമില്ല. ഡിലേയുടെ വാല്യൂ വളരെ കുറവ്. ഡിലേ ഇവിടെ ലോഡിൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ തുടങ്ങുന്നത് ലോഡ് വളരെ കുറവായിരിക്കുന്ന സമയത്ത് ഡിലേയുടെ വാല്യൂ